തന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മോണാക്റ്റിൽ സമ്മാനം നേടിയിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് അക്ഷരാർത്ഥത്തിൽ തൻ്റെ അഭിനയ പ്രതിഭ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോര നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. എന്നാ പോ. മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അക്രമം ഒരു പെറ്റീഷൻ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ സാഗറാണ്. ഒന്നും കൊണ്ട് ഭയപ്പെട്ട. സാധിച്ചാൽ ഒന്ന് ബോധം കിട്ട വില കിടന്നോ, ഞാൻ ഉടനെ എത്താം. ഓക്കെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. എന്റെ പൊന്നോ, ഒടുക്കത്താ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ, അത് കുത്തിയേച്ചും പോയി. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. താങ്ക് യു. അല്പം മുമ്പ് എം വി ജയരാജൻ പറഞ്ഞത് കേട്ടവരുണ്ടാകും, വൈകിയെത്തിയ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല. അതായത് മന്ത്രിയെ ഫിസിക്കലായി അസാൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്രിമിനൽ സംഘത്തിൽ ഒരാളാണ്. അവരെ പിടിച്ച് മാറ്റിയത് കൊണ്ടാണ് മന്ത്രിയെ കൊല്ലാൻ കഴിയാതിരുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. ഇതുവരെ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിലൊന്നും മന്ത്രി ആക്രമിക്കപ്പെടുന്നത് ഇല്ല എന്നേ ഉള്ളൂ. മന്ത്രിയുടെ അടുത്ത് ഒരാൾ എത്തുന്നതിന്റെ, അപ്പോഴും ആക്രമിക്കപ്പെടുന്നതിന്റെ അല്ല, അടുത്തൊരാൾ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം മൊബൈലിൽ ചില ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. എവിടെ? ഓളെവിടെ? ഇതിനെ വിശേഷിപ്പിക്കാൻ പൊറാട്ടു നാടകം എന്നല്ലാതെ മറ്റൊരു വാക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ചാനൽ ക്യാമറകളിലോ CCTV ദൃശ്യങ്ങളിലോ ഇതൊക്കെ സംഭവിക്കുമെന്ന് കരുതി ഈ കേസ് പ്രവർത്തകർ മുൻകൂട്ടി നിശ്ചയിച്ച് പകർത്തിയ ദൃശ്യങ്ങളിലോ വീണ ജോർജ് ആക്രമിക്കപ്പെടുന്ന ചിത്രമില്ല. അവർ പ്രതിഷേധിക്കാൻ വീണയുടെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് ഈ പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. വീണയുടെ അടുത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. എന്നിട്ട് വീണയെ തടയുന്നു. വീണയാണ് വെല്ലുവിളിച്ചുകൊണ്ട്, ഞാൻ എന്താണ് ഭീരുവല്ല, ധൈര്യമുണ്ടെങ്കിൽ വരൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് വീണയാണ് മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്നത്. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? CPM-ന്റെ നുണവ്യാപാരത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു മന്ത്രിയെ ആക്രമിക്കുന്ന വൃത്തികെട്ടവരാണ് കോൺഗ്രസ്സുകാരെന്ന് വരുത്തി തീർത്ത് അതിലേക്ക് ചർച്ച കൊണ്ടുവന്ന് എല്ലാ അർത്ഥത്തിലും ജനവിധി അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയായി പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ ആശയം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.